ധ്യാനേട്ടൻ്റെ ഈ ആഴ്ചത്തെ ബോംബ് തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരെണ്ണം റിലീസായിരുന്നു, മച്ചാൻ്റെ മലാഖ. അതിൽ പക്ഷേ പുള്ളി ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെയായിരുന്നു. ഇതിലാണ് പുള്ളി ലീഡ് റോള്, അതായത് ഇതാണ് പ്രോപ്പർ ബോംബ്. പക്ഷേ ഈ ബോംബിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ സിനിമ എഴുതിയിരിക്കുന്നത് ധ്യാനാണ്, സംവിധാനം ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ പഴയ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആപ് കൈസെ ഹോ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ സാറിനെയും അതുപോലെ തന്നെ ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവർക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, മീറ്റർ പറഞ്ഞു കൊടുത്തതും കാര്യങ്ങളും ഒക്കെ ധ്യാനാണെന്ന്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എന്താണ് ചെയ്തതെന്ന്, അതായത് ഡയറക്ടർ വിനയ് ജോസാണ്, അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇൻ്റർവ്യൂവിൽ കേട്ടാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡയറക്ടറുടെ ചുമതലയും ചിലപ്പോൾ ധ്യാനം തന്നെ ആയിരിക്കും, പേര് മാത്രമേ മറ്റേ ആളുടെ കാണൂ, അറിയത്തില്ല. അത് ഞാൻ അദ്ദേഹത്തെ താഴ്ത്തി പറയുമോ അങ്ങനൊന്നുമല്ല, പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ധ്യാൻ്റെ പറച്ചിലിൻ്റെ ആ ഒരു സ്റ്റൈല് പുള്ളി തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം ഈ സിനിമ അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറ്റ് ധ്യാൻ സിനിമകളെക്കാളും സിനിമ തിയേറ്റർ ഹിറ്റാകുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പക്ക ലോ ക്വാളിറ്റി സ്റ്റഫായിട്ട് തോന്നി മേക്കിംഗ് വൈസ്. പക്ഷേ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ചിരിക്കാൻ എന്തെങ്കിലും വക കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ധ്യാൻ എഴുതുന്നതുകൊണ്ട് തന്നെ. ലവ് ആക്ഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്. ഈവൻ പ്രകാശൻ പറക്കട്ടെ പോലും തിയേറ്ററിൽ അത്ര ഹിറ്റായില്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി വർക്കായ കുറേ സീൻസ് ആ സിനിമയിലുണ്ട്. സൈജു കുറുപ്പിൻ്റെ ആയാലും ധ്യാൻ്റെ സീനായാലും ഒക്കെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട സീൻസാണ്. അപ്പം അങ്ങനെ ഈ ഒരു സിനിമയിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഇതൊരു വെറും ബോംബല്ല, ഇതൊരു അൾട്ടിമേറ്റ് ബോംബാണ്. ഒടുക്കത്തെ ഒരു തോൽവി പടമായിപ്പോയി, ഒരു രക്ഷയില്ല. ആകെപ്പാടെ 1.25 മണിക്കൂർ സിനിമ ഡ്യൂറേഷൻ ഉള്ളൂ. അതിൽ തന്നെ അത്രയും പോലും ഇല്ല, 1 മണിക്കൂർ 20 മിനിറ്റ് അടുത്ത് എന്തോ ഉള്ളൂ. ഈ ചുമ്മാ ഈ എഴുത്ത് ഇങ്ങനെ ആദ്യം തന്നെ ഒരു 20 മിനിറ്റോളം ഉണ്ട്. ഈ താങ്ക്സും മറ്റേ ഒരു പാട്ടിലൂടെ ആനിമേഷൻ വൈസ് എഴുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പയ്യെ ടൈറ്റിൽ വരിക, പിന്നെ ഇവരുടെ എല്ലാവരുടെ ഇൻട്രോയ്ക്ക് 3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ഇൻട്രോയ്ക്ക് ഇവരെ ഇങ്ങനെ പോസാക്കി 5 സെക്കൻഡ് നിർത്തുക, ഇങ്ങനെ ഇവർ ഡ്യൂറേഷൻ കൂട്ടി ഒരു വിധത്തിൽ 1.25 എത്തിച്ചാണ്. 1.5 മണിക്കൂർ പോലും ആവശ്യമില്ലാത്ത സാധനമാണ്. ഒന്നും പോട്ടെ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കണ്ടൻറ്റ് പോലും ഇന്ന് നിലവാരമില്ലാത്തൊരു സാധനമാണ് ഈ സിനിമ. കണ്ടൻറ്റ് മോശം, സ്ക്രിപ്റ്റ് മോശം, കോമഡികൾ ഒരൊറ്റ കോമഡി വർക്കായിട്ടില്ല. അവസാനം ഇതിലൊരു ക്യാമിയോ വരുന്നുണ്ട്. അത് നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ പലരും കണ്ടു കാണും. ആ ക്യാരക്ടർ വന്നിട്ട് പറയുന്നൊരു ഡയലോഗിൽ എനിക്ക് ചെറിയ ചിരി വന്നു. അജു വർഗീസ്, രമേശ് പിഷാരടിയൊക്കെ ഒന്ന് കോപ്രായം കാണിക്കുവാണ്. ധ്യാനൊക്കെ ഒട്ടും ആത്മാർത്ഥമില്ലാതെ വയ്യാത്ത പോലെയാണ് അഭിനയിക്കുന്നത്. വേറെ പടത്തിലാണ് ഓക്കെ പുള്ളി പൈസ മേടിച്ച് ചെയ്യുന്നത്, ഇത് പുള്ളി തന്നെ എഴുതുന്ന പടത്തിൽ ഇമ്മാതിരി പരാജയ അഭിനയം. പിന്നെ ശ്രീനിവാസൻ സാറുണ്ട്, ഒറ്റ സീനേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയൊക്കെ കണക്കിലെടുത്ത് പക്ഷേ ഒരു ഗുണമില്ലാത്ത ഒരു വൻ തോൽവി സിനിമയാണ് ആപ് കൈസെ ഹോ. ഈ സിനിമയ്ക്കൊന്നും 1.1 പോലും റേറ്റിംഗ് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത്രയ്ക്കും ആൾക്കാരെ ഫൂളാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. വെറും കോപ്രായങ്ങളും തോന്നിവാസവും ആൾക്കാരുടെ പൈസ കളയാൻ വേണ്ടിയുള്ള സിനിമയാണ്. ഇതിൽ ഞാൻ തമിഴിൽ കൊടുത്തത് കറക്റ്റാണ്, കള്ളപ്പണം വെളുപ്പിക്കാം. അത് ഇവർ കള്ളപ്പണം വെളുപ്പിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെ ഇതാണ്. ഞാൻ പ്രേക്ഷകരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് പൈസ ചുമ്മാ കളയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ചുമ്മാ കളയുന്നതിന് വരെ വേണം ഈ സിനിമയ്ക്ക് കയറി അങ്ങനെ അവർക്ക് ഒരു സംഭാവനയായിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ ഈ പടം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കി വിട്ടത്. അപ്പോൾ ഒരുപാട് പൈസ ഉള്ളവർ അവർക്ക് കൊടുത്ത് സഹായിക്കുക. ഇങ്ങനെ കിടന്ന് ഇരക്കുക ഇങ്ങനത്തെ ഊള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 0.